ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ആരോഗ്യത്തോടെ നമ്മളുടെ മനസ്സ് സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആരോഗ്യവും ഉണ്ടാകും. ശരീരത്തിന് മനസ്സിന് ശക്തി ഉണ്ടാകുമ്പോൾ ഗ്ലോ ഉണ്ടാകുമ്പോഴേ മുഖത്തിന് ഗ്ലോ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പേഴ്സണലിയും കമൻറ്റിലും എന്നോട് ചോദിക്കുന്നു എന്തായിരുന്നു ഇൻടേക്ക് എടുത്തിരുന്നത് ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ 3-4 കാര്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്താം. തടി കുറയുന്നതിന്, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തത്, ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് ഇൻടേക്ക് കുറച്ച് ഐറ്റംസ് ഫുഡ് പിന്നെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഈ സാധാരണ കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടി വളർത്തുന്നവരൊക്കെ എന്താ ചെയ്യുക, നല്ലപോലെ അതിന് വളം ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് സമയത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ പൂക്കളുണ്ടാവും ചെടികളിൽ. അതുപോലെ തന്നെ കൃഷി അതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നല്ല വിളവെടുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് നല്ല പോലെ ഇൻടേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുന്നത്. നമുക്ക് എപ്പോഴും ആഗ്രഹമാണല്ല നമ്മളുടെ സ്കിന്ന് നല്ലപോലെ ഉണ്ടാവണം, നമ്മളുടെ ഹെയർ നല്ലപോലെ ഉണ്ടാവണം, ശരീരം ആവശ്യത്തിനുള്ള തടി, ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. ഇനി എത്ര മെലിഞ്ഞവരെ കാണുമ്പോൾ എന്താ ഓളെ കോലം എന്ന് പറയുമ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഒന്ന് മെലിഞ്ഞ് കാണാൻ, അല്ലേ? അപ്പോൾ അതുപോലെ പ്രായം ഇത്ര ഉണ്ടായിട്ടും ചെറിയ പ്രായം തോന്നിക്കുന്നത് അതും ഒരാഗ്രഹം തന്നെയാണ്. അതിനൊക്കെ കഴിയുന്നത് ഇൻടേക്കിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ എപ്പോഴും കുടിക്കുക. അത് തന്നെയല്ലേ ചെടി നമ്മൾ ഡെയിലി നനക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു മഴ വരണ്ട് അവിടെയും ഇവിടെയും അടയാളങ്ങൾ വന്നും ഒരു ഉഷാറില്ലാതെ ഒരു വെളിച്ചമില്ലാത്ത സ്കിന്നേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ എപ്പോഴും നമ്മൾ സ്കിന്നിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഗ്ലോ ആണ് വേണ്ടത്. അതായത് ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. കളറ് എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വെള്ളം കുടിക്കുന്ന കാര്യമാണ്. വെള്ളം എത്ര കുടിക്കണം എന്നെനിക്കറിയില്ല. ഞാൻ 60 കിലോ ഉണ്ട് അല്ലെങ്കിൽ 40 കിലോ ഉണ്ട് എന്ന് പറയുന്നവരോട് 20 കിലോന് 1 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ 60 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അങ്ങനെ അതിപ്പോൾ ഒരു 3.5 ലിറ്റർ ആയി എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്നതിന് ഒരു ഫോമാറ്റ് ഉണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ വെള്ളം വൈകുന്നേരമായി റബ്ബേ ഞാൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുള്ളൂ, ഞാൻ 2 ലിറ്റർ കുടിക്കണം നമ്മൾ ഒന്നായിട്ട് അങ്ങ് എടുത്ത് പോകുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു ഉച്ച വരെയുള്ള സമയങ്ങളിൽ അധികം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കുടിക്കുന്ന വെള്ളം മുറുക്കായിട്ട് കുടിക്കുക എന്ന് പറയും. 1/2 ഗ്ലാസ് വെള്ളം കുറച്ച് കുടിക്കുക. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1/4 ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കുക. ഒന്നായിട്ട് ഒരു ഓർമ്മ വരുന്ന സമയം പോയിട്ട് ഒന്നായിട്ട് അങ്ങ് വെള്ളം കുടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് മൂത്രമായിട്ട് നമുക്ക് പോകത്തുള്ളൂ. കുറേശ്ശെ നമ്മൾ ഇടവിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ടത് നിൽക്കും നമുക്ക്. അപ്പോൾ ബോഡി നല്ല പോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു കേസ് വരും. ഓക്കെ, പിന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്ക. 1-2 ഫുഡ് ഐറ്റംസ് പറഞ്ഞുതരാം. നെല്ലിക്ക, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ഉണ്ടാകും. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു സൗണ്ട് കുറവാണല്ലോ പൊതുവെ വീഡിയോസിന് എന്നുള്ളത്. ഇൻഷാല്ല ഒരു മൈക്ക് വാങ്ങിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് കഴിയുന്നത് വീഡിയോസിൽ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നെല്ലിക്ക നമ്മളെങ്ങനെയാണ് കഴിക്കേണ്ടത്? നെല്ലിക്ക കഴിക്കുമ്പം രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ 2 അല്ലെങ്കിൽ 3 നെല്ലിക്ക നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിക്കുമ്പോൾ ഉപ്പ് കൂട്ടി കഴിക്കരുത്, അതുപോലെ ഉപ്പിലിട്ട നെല്ലിക്കയും കഴിക്കരുത്, അത് പറഞ്ഞതിന് കേട്ടോ. അത് കഴിക്കുമ്പോൾ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള സാധനമാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ 30 വയസ്സായിക്കണം അല്ലെങ്കിൽ 40 വയസ്സിന് കണ്ടപ്പോഴും ചെറിയ കുട്ടികളെ പോലെ എന്നൊക്കെ. അത് ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, അവരുടെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാവില്ല, ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നായിരിക്കും അവർക്ക്. കളറിൻ്റെ കാര്യമല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ വിറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഏജിങ് പ്രോസസ്സും ബാക്കിലോട്ടായിരിക്കും. പ്ലസ് നമുക്ക് നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ 10 ദിവസം കഴിച്ചു, ഞാൻ നിറം വെച്ചില്ലല്ലോ, ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും സീസണായിട്ടുള്ള ടൈമിൽ ഏതൊക്കെ ഫുഡാണോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെൽപ്പ് ചെയ്യുന്നത് അത് ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു റൊട്ടീനായിട്ട് മാറും. ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്, നിങ്ങളിത് എത്ര കാലം ചെയ്തു? അങ്ങനെയല്ല കിടക്കുന്നത്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സ്കിന്നും ഹെയറും ബോഡിയും ഒക്കെ താനേ അങ്ങ് മാറൂടോ. അത്രേ ഉള്ളൂ. ഒരു വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല, അടുപ്പിച്ച് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ പറ്റുന്നൊരു കാര്യമാണ് പോമഗ്രാനൈറ്റ്, ഉറുമാമ്പഴം എന്നെ ഇതിന് പറയാം, ഈ ചിത്രത്തിൽ കാണുന്ന സാധനം.
ഇത് നമ്മൾ ഡെയിലി ചിലർ പറയും ഇത് കഴിച്ചാൽ നിറം വെക്കുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ചിലർ ഗർഭിണികൾക്ക് ഇത് കൊടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. യെസ്, ശരിയാണ്. പക്ഷേ ഇതിന് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ സാധനം നമ്മൾ തൊലി എന്ത് ചെയ്യും, അങ്ങ് കളയും. അതിന് പകരം ഈ തൊലി നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു പോമഗ്രേൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം പറഞ്ഞ് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അതിനേക്കാളും ട്രിപ്പിൾ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ല പോലെ സ്കിൻ ഗ്ലോ ആവുന്നത് കാണാൻ പറ്റും. അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിലരുണ്ട്, ഞാൻ മെലിഞ്ഞിട്ടാണ് നല്ലപോലെ ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാടങ്ങ് ചോറ് വലിച്ചു വാരിയിട്ടിട്ട് സോറി കേട്ടോ, ചോറ് ഒരുപാട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിക്കരുത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് രാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇടയിൽ ഒരു മിഡ് മീൽ കഴിക്കുക, പിന്നെ 1 മണി 1:30 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുക, വൈകുന്നേരം ഒരു 4-4:30-5 മണിയാകുമ്പോൾ ഒരു മിഡ് മീൽ, മാക്സിമം 7 o'clock ഉള്ളിൽ നിങ്ങളുടെ ഡിന്നറും തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ്, നമ്മൾ ഈ പ്രോപ്പറായിട്ട് കഴിക്കുന്നവർക്കാണ് ഇവിടെ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രാവിലെ കഴിക്കാതെ ഞാൻ ഉച്ചക്കും കഴിച്ചിട്ട് ഇനി വൈകുന്നേരം ഞാൻ കുറച്ച് തോനെ തിന്നട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുടവയറ് വരിക എന്നല്ലാണ്ട് നമ്മൾ ശരീരം മെലിയത്തുമില്ല, വയറും കുറയൂല, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നും ഹെയറും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും പറ്റില്ല. പ്രോപ്പർ ടൈമിൽ കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വയറിന് നമുക്ക് എപ്പോഴും ഒരു 1.5 കോരി അല്ലെങ്കിൽ 2 കോരി ചോറും മതിയിടും. അത് തന്നെ മാക്സിമാണ്. നമ്മൾ കഴിക്കുമ്പം ഉപ്പേരികൾ, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഈ മീനുകൾ, ഇറച്ചികൾ ഇങ്ങനത്തെ കുറച്ച് അധികം കഴിക്കാൻ വേണ്ടി നോക്കുക. ചോറിൻ്റെ അളവ് എപ്പോഴും കുറയ്ക്കാൻ വേണ്ടി നോക്കുക. കാരണം ചിലരൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ വശത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കുറച്ച് വെള്ളം എന്നാൽ കുടിച്ചില്ല, വേണ്ട എനിക്കിനി വെള്ളം കുടിക്കാനുള്ള സ്ഥലം കൂടെ എൻ്റെ വയറ്റിലില്ല എന്ന് പറയും. അപ്പോൾ അത്രയും അവർ ക്വാണ്ടിറ്റി കഴിച്ചിട്ടാണത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കരുത്. വെള്ളം എപ്പോഴും 2-3 ഗ്ലാസ് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഉറക്ക്. എല്ലാവരും കൂടുതൽ ആളുകളും ഒരു 40 വയസ്സുള്ള സ്ത്രീയാണ് എൻ്റെ അടുത്ത് ഓയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഇഷ്യൂ എന്താ അറിയോ, കരിമംഗലം, അതുപോലെ ഡാർക്ക് സർക്കിൾസ്. ഈ ഉറക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും എനിക്ക് ഉറങ്ങാൻ സമയമില്ല. അങ്ങനെ നമുക്കൊരു 24 മണിക്കൂർ പടച്ചം തന്നിരിക്കുന്നത് അതിനനുസരിച്ച് അത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ്. രാത്രി തന്നിരിക്കുന്നത് ഉറങ്ങാനാണ്. അറ്റ്ലീസ്റ്റ് 8 മണിക്കൂർ, അത് വേണ്ട, ഒരു 7 മണിക്കൂർ ഡെയിലി ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് ആറ്റിറ്റ്യൂഡ് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. നല്ലപോലെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് സീഡ്സിൻ്റെ ഒരു ഫുഡ് സൈക്കിൾ ഉണ്ട്. അതായത് വൈറ്റ് സീസമേ സീഡ്സ്, വെളുത്ത എള്ള്, ഫ്ലാക്സ് സീഡ്, ചണവിത്ത്, സൺഫ്ലവർ സീഡ്, സൂര്യകാന്തി വിത്ത്, പംകിൻ സീഡ്, മത്തൻകുരു. ഈ 4 കൂടെ കോംബോ ആയിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 400 രൂപ 450 രൂപ വരുള്ളൂ. അത്രയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു മാസത്തിലധികം അത് യൂസ് ചെയ്യാനുണ്ടാവും. ഇത് 4 കൂടെ ഒരു ബോട്ടിലിട്ട് വയ്ക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പറ്റുമെങ്കിൽ ബദാമും വാൾനട്ട്, അണ്ടിപ്പരിപ്പ് ഇതുപോലുള്ള 3-4 നട്ട്സുകൾ എടുത്തിട്ട് ഇതിൽ ഇടുക. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഒരു ബോട്ടിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മുടെ ഈ കയ്യിനുള്ള ഒരു 2-3 പിടുത്തെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക, ഒന്ന് ക്രഷ് ചെയ്താൽ മതി മിക്സിയിലിട്ടിട്ട്. അത് എന്നിട്ട് വേറെ ബോട്ടിൽ സൂക്ഷിക്കുക. അത് എന്നിട്ട് എന്താ പറയുക, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ആ 2-3 പിടുത്തെടുക്കുന്നത് നമുക്ക് ഒരു ഒരാഴ്ച 10 ദിവസം വരെ കിട്ടും. അത് എന്നിട്ട് എന്ത് ചെയ്യുക, വെള്ളം ചൂടാക്കിയിട്ട് 2 സ്പൂൺ അതിലിട്ടിട്ടോ, അല്ലെങ്കിൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ അതിൽ 2 സ്പൂൺ ഇട്ടിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാச்சுം ഒന്ന് കുടിക്കുക. ഈ സീഡ്സ് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, ഏജ് റിവേഴ്സ് ഗിയർ ആയിരിക്കും. ഷുവർ, ഐ എം ഡാമിൻ ഷുവർ ഏജ് റിവേഴ്സ് ഗിയർ ആയിരിക്കും. ഒരുവിധം നിങ്ങളുടെ ഹോർമോൺ പ്രശ്നങ്ങൾ, ഈ പ്രസവം കഴിഞ്ഞവരൊക്കെയാണ് ഇത് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ, സ്കിന്നിന് പ്രശ്നം, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ്, പീരിയഡ്സ് കറക്റ്റ് ആവുന്നില്ല, ഇതൊക്കെ അങ്ങ് റെഡിയായി കിട്ടും. PCOD ഉള്ളവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് റെഡിയായി കിട്ടും, പ്രോപ്പറായിട്ട് പീരിയഡ്സ് ആകും. പിന്നെ അതുപോലെ തന്നെ ഹെയറിന് സൂപ്പർ സാധനമാണ്, സ്കിന്നിന് സൂപ്പർ സാധനമാണ്. ഇതൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ തന്നെ 9 മിനിറ്റ് 10 മിനിറ്റ് ആവാനായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ, ഇനി ചെയ്യുന്ന വീഡിയോയിൽ ഓരോന്നായിട്ട് ഞാൻ ഉൾപ്പെടുത്താം. നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കഴിയുന്നതും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി എന്താ വേണ്ടതെന്നറിയോ, നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം. അപ്പോഴാണ് ഫേസിൽ അത്രയും ഗ്ലോ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? എത്ര പ്രശ്നങ്ങൾ, ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? 5 വയസ്സുള്ള കുട്ടിനോട് ചോദിച്ചാൽ ഓനക്കും ഉണ്ടാവും പ്രശ്നം, ഉണ്ടാവില്ല? പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് കഴിക്കുക, പ്രോപ്പറായിട്ട് ചിന്തിക്കുക, ഗുഡ്
ഗുഡ് മൈൻഡ് ഹെൽത്തോട് കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നും ഹെയറും നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ